ഇന്ത്യയും പാകിസ്ഥാനും ഏതൊക്കെ തരത്തിൽ ഏറ്റുമുട്ടിയപ്പോഴും റദ്ദാകാതിരുന്നതാണ് സിന്ധു നദീജല ഉടമ്പടി. 1960 സെപ്റ്റംബർ 19 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കറാച്ചിയിൽ പോയി ഒപ്പിട്ടതാണ് കരാർ. പാകിസ്ഥാന് വേണ്ടി ഒപ്പിട്ടത് അന്നത്തെ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും. സിന്ധു, ഝലം, ചെനാബ് നദികളിലെ ജലം പാകിസ്ഥാന് നൽകുന്നതാണ് കരാർ. പകരമായി സത്ലജ്, ബീസ്, രവി നദികളിലെ ജലം ഇന്ത്യക്കും ഉപയോഗിക്കാൻ അവകാശം ലഭിച്ചു. കിഴക്കൻ നദികളിലെ ജലം നിയന്ത്രണങ്ങളില്ലാതെ ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളിലെ ജലം നിയന്ത്രണങ്ങളില്ലാതെ പാകിസ്ഥാനും. ഈ കരാർ റദ്ദായെങ്കിലും ജലം ഇരു രാജ്യങ്ങൾക്കും തൽക്കാലത്തേക്കെങ്കിലും തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യക്കോ പാകിസ്ഥാനോ ഈ നദികളിലെ ഒഴുക്ക് തടസ്സപ്പെടുത്താവുന്ന തരത്തിൽ അണക്കെട്ടുകളില്ല എന്നതാണ്. എന്നാൽ ഇനി അവ നിർമ്മിക്കാൻ ഇന്ത്യക്ക് പാകിസ്ഥാനോട് അനുവാദം വാങ്ങേണ്ടതില്ല. 60 വർഷത്തിലേറെയായി തുടരുന്ന ശീലങ്ങളാണ് പഹൽഗാം ആക്രമണത്തിലൂടെ ഇല്ലാതാകുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പാകിസ്ഥാനുമായി ബന്ധങ്ങളെല്ലാം മുറിക്കുമ്പോൾ അഠാരി അതിർത്തി അടച്ചു. പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി. ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും കടുത്ത പ്രതികരണം നദീജല ഉടമ്പടിയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റമാണ്. കഴിഞ്ഞ 65 വർഷത്തിനിടയിൽ നിരവധി സൈനിക ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര നയതന്ത്ര നടപടികളും ഉണ്ടായിട്ടുണ്ടാകും. അതിൽ നിന്നെല്ലാം ഭിന്നമാണ് ഇപ്പോഴത്തെ നദീജല കരാർ റദ്ദാക്കിയ നടപടി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാതക പൈപ്പ് ലൈൻ റഷ്യ അടച്ചതിന്റെ 10 മടങ്ങ് ആഘാതം ഉണ്ടാക്കുന്നതാണ് ഈ നദീജല കരാറിന്റെ റദ്ദാക്കൽ. ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ എന്നുറപ്പിച്ചാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നീക്കത്തിനു തയ്യാറായി? കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുറപ്പുള്ളപ്പോൾ, രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുമെന്ന് തിട്ടമുള്ളപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നത്? പാകിസ്ഥാൻ പറയുന്നത് പോലെ കശ്മീരിലെ പ്രാദേശിക ജനത മോചനത്തിനായി നടത്തുന്നതല്ല ഈ ആക്രമണങ്ങൾ. ഇത്തവണ ആക്രമണത്തിൽ പങ്കെടുത്തവരെ നോക്കുക. 3 പേർ പാകിസ്ഥാൻ പൗരന്മാരാണ്. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു താഹ എന്നിവർ. ഇവർക്കൊപ്പം പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയ ആദിൽ താക്കൂർ, ആസിഫ് ഷെയ്ഖ് എന്നിവരും ചേർന്നു. പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് ആക്രമിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇതിൽ പാക് സൈന്യത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ അത് പാക് സൈന്യത്തിൻ്റെതാണ് എന്നാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ. പഹൽഗാം ആക്രമണം നടപ്പാക്കിയത് ലഷ്കർ തൈബ കമാൻഡർ സൈഫുള്ള കസൂരിയാണ്. ലഷ്കർ തൈബയുടെ സ്ഥാപകരിൽ ഒരാളായ ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണ് കസൂരി. ലഷ്കറിന് സർവ്വസഹായവും നൽകുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്. ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രകോപനവുമായി ഇറങ്ങിയത് ആ രാജ്യത്തിന്റെ കടുത്ത പ്രതിസന്ധികളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമാണ്. നയതന്ത്രപരമായി ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയ ശേഷം അമേരിക്ക ഒട്ടും സൗഹൃദത്തിലല്ല. ചൈന പാകിസ്ഥാനിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. ചൈനീസ് ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നത് പതിവ് സംഭവമായിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളാകട്ടെ പാകിസ്ഥാനുമായി ഒട്ടും സഹകരിക്കുന്നില്ല. ഇതിനൊക്കെ പുറമെയാണ് കടുത്ത പ്രതിസന്ധി ആ രാജ്യത്ത് രൂപപ്പെട്ടത്. രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും അഴിമതിയും വ്യാപകമാണ്. മുൻപും പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പട്ടാളമാണെങ്കിലും ഇപ്പോൾ സ്ഥിതി കൂടുതൽ സ്പഷ്ടമായിരിക്കുന്നു. ഇമ്രാൻഖാൻ ഉൾപ്പെടെ പട്ടാളത്തിന് ഇഷ്ടമല്ലാത്തവരൊക്കെ ജയിലിലുമാണ്. ബലൂചിസ്ഥാൻ ആക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനെതിരെയായി. ഇങ്ങനെ പ്രതിസന്ധികളുടെ വലിയ നടുവിലാണ് പാകിസ്ഥാൻ. ഇപ്പോഴും ആക്രമണം നടത്താൻ ശക്തിയുണ്ടെന്ന് തെളിയിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. സൈനികമായി തയ്യാറെടുത്തു നിൽക്കുന്ന രാജ്യമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് നീക്കം. ഇങ്ങനൊരു പ്രകോപനമുണ്ടായാൽ സൈനിക തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് അറിയാത്തതല്ല. അത്തരമൊരു ആക്രമണം ചോദിച്ചു വാങ്ങുക കൂടിയാണ് നിലവിൽ പാകിസ്ഥാൻ. ഇപ്പോഴത്തെ ഈ അരാജകത്വത്തിൽ നിന്നും രക്ഷ നേടി പൗരന്മാരെ സൈന്യത്തിന് പിന്നിൽ അണിനിരത്തണം. ജനങ്ങൾക്കിടയിൽ യുദ്ധഭീതി പടർത്തി സർക്കാരിനോടുള്ള അതൃപ്തി കുറയ്ക്കണം. ബലൂചിസ്ഥാനിലെ ആക്രമണത്തോടെ നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കണം. ഈ ആക്രമണത്തിലൂടെ ഇതുമാത്രമല്ല പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യമിട്ടത്. ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഹൃദയധമനിയാണെന്ന് കഴിഞ്ഞയാഴ്ചയാണ് സൈനിക മേധാവി അസീം മുനീർ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയുള്ള ഈ ആക്രമണം അതുകൊണ്ട് തന്നെ ഒരു സൈനിക നടപടിയിൽ കുറഞ്ഞതൊന്നുമല്ല.
പാകിസ്ഥാനിൽ രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള നീക്കത്തിന് ജനതയുടെ പിന്തുണ ഉറപ്പിക്കുക കൂടിയാണ് അസീം മുനീർ. ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചാൽ പിന്നെ ഏതു സമയത്തും പാകിസ്ഥാനിൽ പട്ടാളം അധികാരമേൽക്കും. ഇതിനു മുൻപുള്ള ചരിത്രമൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു. അയൂബ് ഖാൻ മുതൽ പർവേസ് മുഷറഫ് വരെ സഞ്ചരിച്ച ആ വഴിയിലാണ് അസീം മുനീർ ഇറങ്ങി നിൽക്കുന്നത്. സൈന്യമാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് എന്ന് ലോകത്തെ അറിയിക്കുക കൂടിയാണ് അസീം മുനീർ. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ മറ്റേതൊരു ഭാഗവും പോലെ സുരക്ഷിതമാണെന്നൊരു തോന്നൽ കഴിഞ്ഞ 1-2 വർഷമായി ഉണ്ടായിരുന്നു. ആഭ്യന്തര സഞ്ചാരികൾ കശ്മീരിലേക്ക് എത്തിയത് ആ ധൈര്യത്തിലാണ്. കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാരും MLA-മാരും സാധാരണക്കാരുമൊക്കെ ഈ സുരക്ഷിതത്വം വിശ്വസിച്ച് അവിടെ എത്തിയവരാണ്. ആ കവചമാണ് പാകിസ്ഥാൻ തകർത്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിനെ എക്കാലത്തും ഭീതിയുടെ താഴ്വരയായി നിർത്തേണ്ടത് പാകിസ്ഥാന്റെ മാത്രം ആവശ്യമാണ്. ഭരണകൂടം അവിടെ പൗരന്മാർക്ക് മുന്നിൽ കഴിവു തെളിയിക്കുന്നത് കശ്മീരിൽ പൊട്ടിക്കുന്ന ആയുധങ്ങളുടെ എണ്ണം പറഞ്ഞാണ്. മുംബൈ താജ് ഹോട്ടൽ ആക്രമണം നടത്തുമ്പോൾ ലക്ഷ്യമിട്ടത് വിദേശ ടൂറിസ്റ്റുകളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് തടയുക എന്നതുകൂടിയായിരുന്നു. കശ്മീരിൽ വിദേശ ടൂറിസ്റ്റുകളുടെയും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വരവ് തടയുക എന്നതാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. 1995 വിദേശിയായ ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി തുടങ്ങിയതാണ് ഇത്തരം നീക്കങ്ങൾ. ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. ആദ്യത്തേത് അതിർത്തി കടന്നുള്ള ഈ ഭീകരവാദ പ്രവർത്തനം തടയുക എന്നതു തന്നെയാണ്. രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതും പ്രധാനമാണ്. ഇവിടെ ഇന്ത്യക്ക് മുന്നിൽ ഇനി ഒരു വഴിയേയുള്ളൂ: സ്വന്തം പൗരന്മാരെയും ഇന്ത്യയിലെത്തുന്ന വിദേശ സഞ്ചാരികളെയും സംരക്ഷിക്കുക. അതിനായി ഏതറ്റം വരെയും പോകുന്ന നടപടികളാണ് ഉണ്ടാകേണ്ടത്. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.